ഗൈസ് എല്ലാവർക്കും വീട്രാക്കിന്റെ പുതിയൊരു നിഫ്റ്റി അനാലിസിസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അതായത് ജനുവരി 9 നിഫ്റ്റി 50 എങ്ങനെയാണ് മൂവ് ആവുക എന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. മെയിൻ ആയിട്ടുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അതുമല്ല ഇന്നലത്തെ എന്റെ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഞാൻ എവിടെയാണ് പറഞ്ഞത്. ആ ഒരു സോണിൽ എത്തിയപ്പോൾ തന്നെ മാർക്കറ്റ് റിവേഴ്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ടാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ സപ്പോർട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഒരു സ്ട്രോങ് സപ്പോർട്ട് ഓൾറെഡി ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സോണ് നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും എന്ന്. ഓക്കെ, അത് ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടോളൂ, ഈ ഒരു ഏരിയ. ഓക്കെ, അതായത് 23,500 എന്ന് പറഞ്ഞ സ്ട്രോങ് സപ്പോർട്ടാണ് എന്ന് ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പം അത് കണ്ട് ട്രേഡ് എടുത്തവർക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. രണ്ട് രീതിയിൽ അത് പുട്ട് ഓപ്ഷനിലും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും, കോൾ ഓപ്ഷനിലും പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു ട്രേഡിന്റെ നിങ്ങൾക്ക് ഞാൻ 15 മിനിറ്റ് ഞാൻ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. 15 മിനിറ്റ് ഞാൻ എന്താണ് ഇന്ന് ഓൾറെഡി ഞാൻ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ രാവിലെ തന്നെ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് ആണ് ഞാൻ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തത്. ഓക്കെ, കാണാൻ പറ്റും ഈ ഒരു ബ്രേക്ക് ഔട്ട്. ഓക്കെ, അതായത് ഈ ഒരു ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത് 15 മിനിറ്റ് ആണ്. ഓക്കെ, 15 മിനിറ്റ് ആണ്. 15 മിനിറ്റിൽ ഈ ഒരു ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഓൾറെഡി ഞാൻ ഈ ഒരു രാവിലെ തന്നെ അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പുട്ട് സൈഡിലൂടെ ട്രേഡ് എടുക്കാമെന്നും കറക്റ്റ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യോ. ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റ് ഇന്ന് എക്സാക്ട് ഈ ഒരു ലെവലിൽ ബ്രേക്ക് ആയ ശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ ഡൗൺ മൂവ് വന്നു. ഓക്കെ, കാരണം ഈ ഒരു രണ്ട് ക്യാൻഡിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ 1:5 6 വരെ പ്രോഫിറ്റ് നമുക്ക് ഇവിടെ അടിക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഇവിടുന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ ഒരു 23,500 ഒരു സ്ട്രോങ് സപ്പോർട്ട് ആയിട്ട് വർക്ക് ആവും എന്ന്. ഓക്കെ, അതുപോലെ തന്നെ 23,000 സ്ട്രോങ് സപ്പോർട്ട് ആയിട്ട് വർക്ക് ചെയ്തിട്ട് മാർക്കറ്റ് അവിടെ നല്ല രീതിയിൽ ബുള്ളിഷ് ആയിട്ട് മേലോട്ട് കയറുകയാണ് ചെയ്തത്. ഓക്കെ, അതുപോലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു ഡബിൾ ബോട്ടം വന്നിട്ടുണ്ട്. ഓക്കെ, ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും, ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും ഇവിടെ ഒരു ഡബിൾ ബോട്ടം ഫോം ആവാൻ ചാൻസ് വളരെ കൂടുതലാണ് എന്ന്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഒരു ഡബിൾ ബോട്ടം വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. അതായത് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും മാർക്കറ്റ് ഇവിടെ കയറി. ഓക്കെ, മാർക്കറ്റ് ഒരു ഡബിൾ ബോട്ടം. ഓക്കെ, ഇനി മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതിനു മുന്നേ നമുക്ക് ഈ ഒരു ഭാഗത്ത് അതായത് ഇവിടെ നല്ലൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റ് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ഡബിൾ ബോട്ടം വരാനുള്ള ചാൻസ് കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഇവിടെ ഡബിൾ ബോട്ടം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത്രയും കൃത്യമായിട്ട് ഞാൻ അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. എന്നിട്ടും നമ്മുടെ വ്യൂ ഓൾമോസ്റ്റ് ഒരു 50 വ്യൂ ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ലൈക്ക് 5-6 ലൈക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങൾ കാണുന്നവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, കാരണം നിങ്ങൾ ഓരോ ലൈക്കാണ് എനിക്ക് നെക്സ്റ്റ് വീഡിയോ ഇടാനുള്ള ഒരു പ്രോത്സാഹനം ആയിട്ട് എനിക്ക് ഞാൻ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഡബിൾ ബോട്ടം വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഡബിൾ ബോട്ടം വന്നത് നിങ്ങൾക്ക് ഡബിൾ ബോട്ടത്തിന്റെ പവർ നിങ്ങൾക്ക് അറിയാലോ. അതായത് മാർക്കറ്റ് ഇവിടെ പ്രീവിയസ് ഒക്കെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് ഒരു ബുള്ളിഷ് ട്രെൻഡ് ആണെന്ന്. അതുപോലെ തന്നെ ഇനിയിപ്പം ഇത് ബ്രേക്ക് ആവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലാണ് ബ്രേക്ക് ചെയ്യേണ്ടത്. ഞാൻ ആ ലെവൽ ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു നെക്ക് ലൈൻ ആണ് ഇതിന്റെ ഇപ്പോ ഇവിടുത്തെ സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു നെക്ക് ലൈൻ. ഓക്കെ, ഈ ഒരു നെക്ക് ലൈൻ ഇത് 23,800. ഓക്കെ, 23,800 ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നല്ല സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് നെക്സ്റ്റ് നമുക്ക് 24,000 വരെ മാർക്കറ്റ് മൂവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം 24,000 വരെ എന്താ, 24,000 നിങ്ങൾക്ക് കാണാൻ പറ്റും ഓപ്പൺ ഇൻട്രസ്റ്റ് ഇവിടെ ഏറ്റവും കൂടുതലാണ്. അതുകൊണ്ട് ഇവിടുന്ന് 24,000 വരെ പോകുമ്പോൾ ഇവിടെ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് അതായത് ഈ ഒരു 23,800 ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ടാർഗറ്റ് എന്നുള്ളത് 24,000 ആയിരിക്കും. ഓക്കെ, കാരണം അവിടെ വരെ മാർക്കറ്റ് മൂവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം മാർക്കറ്റ് നല്ല രീതിയിൽ ഡൗൺ ആയി ഒരു ഡബിൾ ബോട്ടം മേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത്. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം നാളെ എക്സ്പയറി ഡേ ആണ്. ഓക്കെ, ഈ ഒരു എക്സ്പയറി ഡേന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
മാർക്കറ്റ് വലിയ മൂവ് തരാനുള്ള ചാൻസ് വളരെ കുറവാണ്, ട്രാപ്പ് ആക്കാനുള്ള ചാൻസ് ആയിരിക്കും വളരെ കൂടുതൽ. അപ്പൊ നാളെ സൂക്ഷിച്ചുകൊണ്ട് ട്രേഡ് ചെയ്യുക. കാരണം ഈ ഒരു 23,000 അല്ലെങ്കിൽ 800 മേലോട്ട് നിങ്ങൾക്ക് നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ വരാണ് നിങ്ങൾ ഒരിക്കലും ഒരു കോൾ സൈഡ് ട്രേഡ് എടുക്കരുത്. ഓക്കെ, മേ ബി ഇപ്പോ ഒരു ഡബിൾ ബോട്ടം നിങ്ങൾ കണ്ടല്ലോ, നാളെ ഇനി ഒരു പാറ്റേൺ കൂടെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ വരാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ഓക്കെ, ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഹെഡ് ആൻഡ് ഷോൾഡറിന്റെ പാറ്റേൺ ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, ഓക്കെ, ഹെഡ് ആൻഡ് ഷോൾഡർ. അതായത് ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ. ഓക്കെ, ഓക്കെ, അതായത് ഇതാണ് ഹെഡ്, ഇത് ഹെഡ് ആയിട്ട് എടുക്കണം. ഓക്കെ, നെക്സ്റ്റ് ഷോൾഡർ ഇവിടെ വരും. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. അതായത് ഇപ്പോ ഈ ഒരു ഇവിടുന്ന് ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് എന്തായാലും ആക്ട് ചെയ്തത് 23,750 എന്ന് പറഞ്ഞ 700 750 എന്ന് പറഞ്ഞ റേഞ്ച് നല്ല ടോപ്പ് റെസിസ്റ്റൻസ് തന്നെ ആക്റ്റീവ്. അപ്പൊ ഇവിടുന്ന് മാർക്കറ്റ് നാളെ ഒന്ന് താഴോട്ട് വന്നിട്ട് ഇവിടെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഫോം ആയിട്ട് മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് പോകാനും ചാൻസ്, ഇല്ലെങ്കിൽ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ വന്നിട്ട് ഇവിടെ മാർക്കറ്റ് ഹോൾഡ് ചെയ്ത് നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. ബ്രേക്ക് ഔട്ട് നാളെ തന്നെ തരും എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് പ്രതീക്ഷിച്ച് നിൽക്കാം. കാരണം മാർക്കറ്റ് ഓൾറെഡി എക്സ്ട്രീം ബിയറിഷ് ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്നെ പ്രതീക്ഷിക്കാം. ഓക്കെ, ആ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഒരിക്കലും ഈ ഒരു ഇവിടെ അതിന് മുന്നേ പോയിട്ട് എടുത്ത് ട്രാപ്പ് പോയി പെടരുത് എന്നാണ് എനിക്ക് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ വന്നാൽ നിങ്ങൾക്ക് അറിയാലോ ഇവിടുന്ന് മാർക്കറ്റ് അത് ഒരു ബുള്ളിഷ് പാറ്റേൺ ആണ്. അതായത് ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ വന്നു കഴിഞ്ഞാൽ അത് ഒരു ബുള്ളിഷ് പാറ്റേൺ ആണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഓൾറെഡി നമുക്ക് ഡബിൾ ബോട്ടം ഇവിടെ ഫോം ആയി കഴിഞ്ഞിട്ടുണ്ട്. പ്രൈസ് ആക്ഷൻ ആണ് ഈ പറഞ്ഞത്. പ്രൈസ് ആക്ഷനിലൂടെ എന്താണ് മാർക്കറ്റ് പറയുന്നത് എന്നാണ് എനിക്ക് ഈ വീഡിയോയുടെ ഡീറ്റെയിൽസ് ആയിട്ട് ഇപ്പൊ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് ഓപ്പൺ ഉണ്ട്, അതായത് ഓപ്ഷൻ ചെയിൻ അനലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് OI ഏറ്റവും കൂടുതൽ 24,000 ആണ്. അതുപോലെ തന്നെ സപ്പോർട്ട് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ വരുന്നത് 23,500 ആണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ OI ഉള്ളത്, ഏറ്റവും കൂടുതൽ അതായത് അടുത്തുള്ള ഏറ്റവും കൂടുതലുള്ള OI മാത്രം, അതായത് കോൺട്രാക്ടുകൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, ഈ ചെറുത് കാണുന്നത് നമുക്ക് വലിയ കരുതലെടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം ഇതാണ് എന്താ പറയാ 15 മിനിറ്റിലെ ചാർട്ടിൽ എനിക്ക് പറയാനുള്ളത്. ഇനി മാർക്കറ്റ് ഈ ഒരു ലെവൽ വരെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ 23,500 ഡൗൺ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്, അല്ല സോറി വളരെ കുറവാണ്. ഇനി നമ്മളെ സപ്പോർട്ട്, അതായത് മാർക്കറ്റ് ഡൗൺ ആയാൽ ഇവിടെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഒരു മാർക്കറ്റ് ഡൗൺ ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് സപ്പോർട്ട് ആയിട്ട് എടുക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. ഓക്കെ, ഈ ഒരു ഭാഗം, അതായത് 23, ഓക്കെ 23 ഈ ഒരു ക്യാൻഡിലുണ്ട്, ഈ ഒരു റെഡ് ക്യാൻഡിൽ, അതായത് ഇതെപ്പോഴത്തെ ക്യാൻഡിലാ, അതായത് ജനുവരി 7 9:45 ക്യാൻഡലിന്റെ ലോ നിങ്ങൾ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചു. ഇതൊരു സപ്പോർട്ടായിട്ട് എടുക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, ഈ ഒരു സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് തിരിച്ചു കയറി പോകാനുള്ള ചാൻസ് കൂടുതലും. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ ചാർട്ടിൽ നിങ്ങൾ ആഡ് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി മാർക്കറ്റ് എന്താണ്. ഇനി മാർക്കറ്റ് സ്ട്രോങ് ഒരു മാർക്കറ്റിൽ ബുള്ളിഷ് ആവണമെങ്കിൽ ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്തേ പറ്റൂ. അതായത് 23,800 മുകളിലോട്ട് മാർക്കറ്റ് കയറിയേ പറ്റൂ. ഇവിടെയൊക്കെ മാർക്കറ്റ് ഒരു സൈഡ് വേഴ്സോ ഇല്ലെങ്കിൽ ട്രാപ്പ് മാർക്കറ്റോ ആവാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ എക്സ്പീരി ഡേയിൽ അറിയാലോ വലിയ വലിയ ക്യാൻഡിൽസും വലിയ വലിയ ബിഗ് പ്ലെയർ ഒക്കെ നല്ലോണം ഇറങ്ങി പ്ലേ ചെയ്യുന്ന ഒരു ടൈമാണ്. ആ ഒരു ടൈമിൽ നിങ്ങൾ ഇവിടുത്തെ ട്രാപ്പ് ആയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ SL അടിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പം അതാണ് എന്റെ ഇന്നത്തെ ഒരു അനലൈസ് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, നമുക്ക് ഒരു 1 ഡേ ടൈം ഫ്രെയിമിലെ ചാർട്ട് നോക്കുവാണെങ്കിൽ 1 ഡേ ടൈം ഫ്രെയിമിലെ ചാർട്ടിന്റെ അവസ്ഥ എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഈ ഒരു ലെവൽ വരെ തിരിച്ചു കയറി പോയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ലെവൽ വരെ വന്ന് തിരിച്ചു കയറി പോയിട്ടുണ്ട്. അപ്പൊ എന്താ നല്ലൊരു ബൈയിങ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഈ ഒരു ലെവൽ വരെ ആയിരിക്കും നമ്മൾ നെക്സ്റ്റ് മൂവ്. പെട്ടെന്ന് ഈ ഒരു ഇത്രയും വലിയൊരു മൂവ് നമുക്ക് എന്തായാലും നിഫ്റ്റിയിൽ ഉണ്ടാവില്ല. ഒരു ദിവസം കുറച്ച് വെയിറ്റ് ചെയ്യണം. ഒരു 1 or 2 വീക്കിൽ നമുക്ക് ഈ ഒരു ലെവൽ വരെ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പം ഇതാണ് ബിഗ് ടൈം ഫ്രെയിമിൽ നിഫ്റ്റി പറഞ്ഞു. ഓക്കെ, പിന്നെ ഒരു കാര്യം, ഞാൻ എന്തുകൊണ്ടാണ് ബാങ്ക് നിഫ്റ്റിന്റെ അനാലിസിസ് ചെയ്യാത്തതെന്ന് വെച്ചാൽ ഞാൻ ഒരു ഇൻഡെക്സിൽ മാത്രമേ ട്രേഡ് ചെയ്യാറുള്ളൂ. നമ്മൾ ഒരിക്കലും ഒന്നിൽ കൂടുതൽ ഇൻഡെക്സിൽ പോയി ട്രേഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ലോസ് നമുക്ക് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഒരു ഇൻഡെക്സിൽ മാത്രം മാസ്റ്റർ ആയി കഴിഞ്ഞാൽ അതിന്റെ മൂവും കാര്യങ്ങളൊക്കെ എന്താണെന്ന് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോ അതാണ് പറയുന്നത്. ഈ സ്ട്രോങ് സപ്പോർട്ട് നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ചാർട്ടിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചോ.
ഈ ഒരു ലെവലൊക്കെ, അതായത് 23,500 ഇതൊക്കെ സ്ട്രോങ് സപ്പോർട്ടാണ്. ഈ കാണുന്ന ലെവൽസ് ഇതാണ് ഇനി ലെവൽസ്. ഓക്കെ, ഇനി ഈ ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ മാർക്കറ്റ് മുകളിലോട്ട് പോവുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് എന്റെ ഇന്നത്തെ അനാലിസിസ്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് എന്റെ ചാനലിലോട്ട് വരുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ മറക്കണ്ട. ഓക്കെ, അതുപോലെ തന്നെ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനും മറക്കണ്ട. പിന്നെ ഒരു ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം, അതായത് ഞാൻ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇപ്പൊ അല്ലാണ്ട് ഒരു പ്രീമിയം ഗ്രൂപ്പ് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി. ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ ഞാൻ എടുക്കുന്ന ട്രേഡിന്റെ എക്സാക്ട് എൻട്രി, എക്സിറ്റ്, ടാർഗറ്റ് നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി ഈ കാണുന്ന നമ്പറിൽ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.